1923 മുതൽ 1939 വരെ UK-ൽ ബഡ്ജറ്റ് കാർ എന്ന കാറ്റഗറി ഉണ്ടായിരുന്ന ഓസ്റ്റിൻ്റെ 7 എന്ന മോഡലാണിത്. ഇത് ഒരു 35 മോഡലാണ്. ഇപ്പോൾ നമ്മളുള്ളത് ക്ലൈമാക്സ് എന്ന് പറയുന്ന ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിലാണ്. ഇവർ ഈ ഒരു വണ്ടി ശരിക്കും സ്ക്രാപ്പ് മോഡലിൽ നിന്ന് ഈ ഒരു ലെവലിലാക്കിയിട്ടുണ്ട്, സെറാമിക് കോട്ടിങ്ങും പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് വണ്ടിയുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്, കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓസ്റ്റിൻ്റെ 7 എന്ന മോഡലിന് 2 ഡോർ സലൂൺ, 2 ഡോർ കാബ്രിയോലെറ്റ്, കൂടാതെ ഒരു 3 ഡോർ സലൂൺ, അങ്ങനെ പല മോഡലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ മാത്രം കാര്യങ്ങളിലേക്ക് കിടക്കാം. കാരണം ഈ ഒരു മോഡലാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, കൂടാതെ ഇൻറ്റീരിയർ ഉണ്ട്. ഇത് ശരിക്കും ഒരു പുതുമ വരുത്താനായിട്ട് ഒരു സ്ലൈഡിങ് സീറ്റ് വെച്ചിട്ടുണ്ട്. കൂടാതെ അകത്തേക്ക് എളുപ്പത്തിൽ കയറാനായിട്ടൊരു മടക്കാനാവുന്നൊരു പാസഞ്ചർ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ മോഡിഫിക്കേഷൻ ആയിട്ട് വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. സ്വാഗതം. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 747 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് ഒരു 10.5 HP ആണ്. അന്നൊക്കെ പവർ ശരിക്കും കുറവാണല്ലോ. ഇത് സെൽഫ് സ്റ്റാർട്ടുള്ള മോഡലാണ്. പക്ഷേ ഇതിന് കേട്ടോ ഒരു ക്രാങ്ക് ചെയ്യാനുള്ളൊരു ലിവർ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ക്രാങ്ക് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട, സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സംഗതി മിസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇല്ല അത്. പിന്നെ മോഡിഫിക്കേഷനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ ഒരു പ്ലേറ്റൊക്കെ ചെയ്ത് ശരിക്കും ഒരു പുതുമ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്തേക്കുന്നത്. ആ സീറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ. പിന്നെ സ്പോക്ക് വീലുകളാണ്. എഞ്ചിനിലേക്ക് എയർ പാസ് ചെയ്യാനായിട്ട് ഒരു ഡോറൊക്കെ കാണാം. ഇപ്പോൾ ഇതിനൊരു വാട്ടർ കൂൾഡ് എഞ്ചിനാണെങ്കിൽ കൂടി എയറിനെ കൂടി ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ കൂളിംഗ് എല്ലാം. അതുപോലെ അകത്തേക്ക് എയർ എടുക്കാനായിട്ടൊരു വാതിൽ ഇവിടെ സൈഡിലും കാണുന്നുണ്ട്. ഇത് ശരിക്കും ഇൻഡിക്കേറ്ററായിട്ട് തോന്നും, പക്ഷേ അത് പാർക്ക് ലൈറ്റാണ്. അന്നത്തെ കാലത്ത് ഇൻഡിക്കേറ്റർ ഒന്നും കണ്ടുപിടിച്ചില്ല. പിന്നെ ഈ ഒരു ബോണ്ട് തുറക്കാനുള്ള ഒരു ലിവറൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ ജീപ്പുകളൊക്കെ കണ്ട അതിൻ്റെ ഒരു പഴയ മോഡൽ നമുക്ക് തന്നെ പറയാം. പിന്നെ ഈ ഒരു ക്രോം ബോർഡുള്ള ഈ ഒരു ഗ്ലാസ് നമുക്ക് പൊക്കി വയ്ക്കാൻ പറ്റും. ഒരു സിംഗിൾ വൈപ്പറാണ്, കൂടാതെ സിംഗിൾ മിററേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഡോർ എന്ന് പറയുന്നത് കാബ്രിയോലെറ്റ് മോഡലാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സോഫ്റ്റ് ടോപ്പ് വരിക. ആ സോഫ്റ്റ് ടോപ്പ് നേരെ കൊടുത്തതാണെന്ന് ഒരു പറഞ്ഞു. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോർ തുറന്നു കഴിയുമ്പോൾ ഈ ഒരു സീറ്റ് സ്ലൈഡ് ചെയ്ത് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇത് ഒരു പുതിയ മോഡിഫിക്കേഷനാണ്. ഇങ്ങനെ ആയിരുന്നില്ല മുന്നത്തെ വണ്ടി എന്ന് പറയുന്നത്. ഇനി ഒരു കൗതുകരമായ കാര്യം കൂടി പറയാം. ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫ്രണ്ടിലെ മഡ് ഗാർഡിൻ്റെ ബാക്കിയായിട്ട് വന്ന പോലെയാണ്. കൂടാതെ അതിൻ്റെ ബാക്കിയായിട്ട് ആ ബ്ലാക്കിൽ തന്നെയാണ് ഈ ഒരു ബാക്കിലെ ഈ ഒരു മഡ് ഗാർഡ് ഉള്ളത്. ഇതിന് സ്പോക്ക് വീൽസാണ്. സ്പോക്ക് വീൽസും ഡ്രം ബ്രേക്കുമാണ്. ഇനി പിന്നിലായിട്ട് ഒരു സ്പെയർ വീൽ കവർ കാണാം. ഈ സ്പെയർ വീൽ കവർ തുറന്നു കഴിയുമ്പോൾ ഒരു സ്പോക്ക് വീൽ തന്നെയാണ് എൻ്റെ ഒരു സ്പെയർ വീലും. അതിൻ്റെ മുകളിലാണ് ആ ഒരു 3rd ബ്രേക്ക് ലൈറ്റ് ഉള്ളത്. ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും സംശയമാണ്. കാരണം അന്നത്തെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് വളരെ മിനിമലായിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അത് ശരിക്കും ഉപയോഗപ്രദമാണ്. ഇനി ഇവിടെയാണ് ഈ ഒരു ഫ്യൂവൽ അടിക്കാനുള്ള ഒരു ഫ്യൂവലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇതിന് പെട്രോളാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൻ്റെ കാര്യം പറയുന്നുള്ളൂ. ഇനി അകത്ത് കയറിയിട്ട് അകത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്ന് ഓടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ കാണാം. പവർ സ്റ്റിയറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളന്ന് കേട്ടുകേൾവില്ലാത്ത കാലത്തുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇതിൻ്റെ ഒരു പഴമയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹോൺ പാഡ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു അടപ്പ് കിട്ടിയിട്ടില്ല. അത് ഓർഡർ ചെയ്ത് വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയില്ല എന്ന് പറഞ്ഞത്. ഒരു 4 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗിയറിൽ ഒരു ചെറിയൊരു ഗിയർ നോബ് കാണാം. ഇനി ക്ലച്ചും ബ്രേക്കും ഒക്കെ നമ്മൾ പഴയ ജീപ്പുകളിലൊക്കെ കണ്ട പോലെ താഴേന്ന് ചവിട്ടി ആക്കുന്നൊരു രൂപത്തിലാണ്. കൂടാതെ ഒരു ചെറിയ ആക്സിഡൻറ്റ് പെഡലും കാണാം. ഈ വണ്ടിക്ക് ഫോർഡ് ടി എന്ന് പറഞ്ഞ വണ്ടിയുടെ ചില സാമ്യതകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. എന്നാലും ഇതിന് ആ ഒരു ത്രോട്ടിലിൻ്റെ ഒരു ലിവർ കാണുന്നില്ല. അത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണോ ഇതിനകത്ത് ഇല്ലാത്തതാണോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അത്ര കാര്യങ്ങൾ അതിനകത്തുള്ളൂ. ഒരു സ്പീഡോമീറ്റർ ഉണ്ട്. സ്പീഡോമീറ്റർ മൈലിൽ തന്നെയാണ്. കൂടാതെ ഒരു ഫ്യൂവൽ മീറ്ററാണ്. ഈ ഫ്യൂവൽ മീറ്റർ ശരിക്കും പറഞ്ഞാൽ ചില പുതിയ മോഡൽ വണ്ടികൾ കണ്ട ഒരു പരിചയമൊക്കെ തോന്നി. പിന്നെ ഒരു ഓയിൽ മീറ്റർ കൂടി കാണുന്നുണ്ട്. ഈ സ്വിച്ചിനകത്തേക്ക് വയ്ക്കുന്ന രൂപത്തിലാണ് ഈ കീ എന്ന് പറയുന്നത്. കൂടാതെ കാർബറേറ്റർ റിച്ചും ലേണും ആക്കി മാറ്റുമെന്ന് പറയില്ല, നമ്മൾ പഴയ മോഡൽ ടീൽ കണ്ട പോലെ. അതുപോലെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ പൊക്കി വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിച്ച് ആക്കുന്നതാണ്, ഫ്യൂവൽ റിച്ച് ആക്കുന്നതാണ്. കാരണം ഫ്യൂവൽ എന്നൊരു ഇൻഡിക്കേഷൻ അകത്ത് കാണാം. അപ്പോൾ ഇത്രേ ഇതിനകത്തുള്ളൂ. ഇനി വൈപ്പറിൻ്റെ ഒരു മോട്ടർ ഇവിടെ കാണുന്നുണ്ട്. വൈപ്പറിൻ്റെ മോട്ടറിൻ്റെ മുകളിൽ തന്നെയാണ് ആ സ്വിച്ച് എന്ന് പറയുന്നത്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാനായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. തുറക്കുമ്പോൾ ചെറുതാണെങ്കിലും അകത്ത് ഡീപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ കുറിച്ച് പറയുന്നുള്ളൂ. ബാക്ക് സീറ്റ് ഇതിനകത്തില്ല. ബാക്ക് സീറ്റും അടിക്കാൻ കൊടുത്തുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് പണി കഴിയാത്തൊരു വണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ
ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കുറേ ഒന്നും ഓടിക്കുന്നില്ല, കുറച്ച് ദൂരം ഓടിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വിൻറ്റേജ് കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പണിയാണ്. കാരണം ഇത് ഗിയർ ഷിഫ്റ്റൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും ഞാനൊരു മോഹത്തിൻ്റെ പുറത്ത് ഓടിച്ചു നോക്കാന്നുള്ളൂ, അത്രേ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തിരിക്കുകയാണ് വണ്ടി, ബാക്കിൽ വണ്ടിയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട്. അതായത് പഴയ വണ്ടികൾ ഓടിച്ചു കൊടുക്കുന്ന ആളുകളെ സമ്മതിക്കണം. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഇങ്ങനൊരു വണ്ടി ഓടിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ അപൂർവമായിരിക്കും. അപ്പോൾ പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. കാരണം ചെറിയൊരു വിൻറ്റേജ് വണ്ടി പരിചയപ്പെടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഓടിച്ചത്. അപ്പോൾ നിങ്ങളല്ലേ ഓടിക്കാനുള്ള പാടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.